സാധാരണ നമ്മൾ അതിഥി ഒരു 7:30 മണി സമയമൊക്കെ കഴിയും. പക്ഷേ ഈ അതിഥിക്ക് 7:30 കഴിഞ്ഞാൽ അതിഥിയായി വരാൻ പറ്റില്ല. കാരണം പരിശീലനത്തിന് പോകണം. അത് മറ്റാരുമല്ല, മലയാളികൾ ഏറെ അഭിമാനിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ. 2024 അർജുന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളികളുടെ സ്വന്തം നീന്തൽ താരം സജൻ പ്രകാശ് ആ പുരസ്കാരത്തിന് അർഹനായി. 2017 ഏഷ്യൻ ഇൻഡോർ ഗെയിംസിൽ 100 മീറ്റർ ബട്ടർഫ്ലൈസിൽ വെള്ളി നേടിയ സജൻ പ്രകാശ് 2016 ഗുവാഹത്തിയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ 200 മീറ്റർ ബട്ടർഫ്ലൈസ്, 1500 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 4x200 മീറ്റർ റിലേ, ഫ്രീ സ്റ്റൈൽ റിലേ ഇനങ്ങളിൽ സ്വർണം നേടി മലയാളിയുടെ യശസ് ഉയർത്തി. പക്ഷേ സജനെ എനിക്ക് ഏറ്റവും പരിചയം നാഷണൽ ഗെയിംസിന് തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ്. അവിടെ തുടങ്ങിയ ബന്ധം ഒരു അനുജനെ പോലെ പോയി. എനിക്ക് അഭിമാനം കുറച്ച് കൂടുതലാണ് കേട്ടോ. മാത്രമല്ല യാദൃച്ഛികമായി പറയട്ടെ, ശബരിമലയിൽ നിന്ന് നേരെ സജനിലേക്ക് വരുമ്പോൾ ഞാൻ സജനും അവസാനമായി കണ്ടത് സജൻ ഇരുമുടി കെട്ടി ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി നന്ദിയോട് പച്ച നെടുമ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തുമ്പോഴാണ്. ഞാനവിടെ തൊഴാനെത്തുന്നു, സജൻ ഇരുമുടി കെട്ടി നിൽക്കുന്നു. അല്ലേ സജൻ? അതൊരു വലിയ മെമ്മറി ആയിരുന്നു. ആൻഡ് ഇറ്റ് കെയിം ആസ് എ ഗുഡ് ലക്ക് ഫോർ മീ. ശരി, നമുക്ക് ഇപ്പോൾ അറിയേണ്ട അതൊന്നുമല്ല. സജന് കിട്ടിയത് അർജുന പുരസ്കാരമാണ്. ഏതൊരു കായിക താരവും സ്വപ്നം കാണുന്നത് ഒരുപക്ഷെ ഒളിമ്പിക്സ്, ഖേൽരത്ന, അർജുന, ഈ 3 കാര്യങ്ങളാകും. ഒളിമ്പിക്സിന് പോയി, ഖേൽരത്ന ഒരല്പം ദൂരെയുണ്ട്, അർജുനയും കിട്ടി. സന്തോഷം എത്രത്തോളം? ഇതൊരു 25 വർഷത്തിന്റെ ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ നേട്ടം ഒരു പ്രസന്റ് ആയിട്ട് ഞാൻ കരുതുന്നു. ഇതൊരു എനിക്ക് മാത്രം കിട്ടിയ വിക്ടറി അല്ല, പക്ഷെ എൻറ്റയർ ഇന്ത്യൻ സ്വിമ്മിംഗ് കമ്മ്യൂണിറ്റീനെ കിട്ടിയ ഒരു ഒരു ഗിഫ്റ്റ് ആണ്. ബിക്കോസ് 12 വർഷമായിട്ട് ഒരു സ്വിമ്മിങ്ങിന് വേണ്ടി ഒരു റെക്കഗ്നേഷനോ ഒരു നാഷണൽ റെക്കഗ്നേഷൻ ഇതുവരെ നമ്മൾ കിട്ടിയിട്ടില്ല. സോ ദിസ് ഇസ് ആഫ്റ്റർ 12 ഇയേഴ്സ്. സോ ഞാൻ വിചാരിക്കുന്ന എൻറ്റയർ സ്വിമ്മിംഗ് കമ്മ്യൂണിറ്റി സെലിബ്രേറ്റിംഗ് ഫോർ മീ ആൻഡ് ഫോർ ദിസ് അവാർഡ്. സജൻ, ഈ നേട്ടത്തിന് പിന്നിൽ എന്താണ്? സിംഗിൾ മദർ, അമ്മ സ്പോർട്സിലായിരുന്നു, സോ അത്ലറ്റ് ആയിരുന്നു. സോ അതിന്റെ ഒരു കണ്ടിന്യൂവേഷനാണ് എൻ്റെ മോളിൽ കാണിച്ചത്. സോ ഇത് ഞാൻ മാത്രം ചെയ്ത ഒരു വിക്ടറി അല്ല, പക്ഷെ ഇറ്റ്സ് എ ഹോൾസം ഒരു ടീമിന്റെ എഫേർട്ടാണ്, ഒരു വില്ലേജിന്റെ എഫേർട്ടാണ്. സോ ഇറ്റ് സ്പീക്സ് എ ലോങ് വേ. സജനി, അമ്മ എന്ന വാക്ക് എനിക്ക് അത്രമാത്രം അറിയാം. ആ നാഷണൽ ഗെയിംസ് ഇവിടെ നടക്കുമ്പോൾ സജനൊപ്പം ഒരു അമ്മ ഒരു കോച്ചിനെ പോലെ വാത്സല്യവുമുണ്ട്, എന്നാൽ ഒരു കോച്ചിൻ്റെ കാർക്കശ്യവുമുണ്ട്, ഒപ്പമുണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ അർജുന പുരസ്കാരം ആർക്ക് സമർപ്പിക്കുന്നു? ഡെഫിനറ്റ്ലി എൻ്റെ അമ്മയ്ക്കും എൻ്റെ കോച്ച് പ്രദീപ് സാറിനും. ദെൻ എന്നെ കുറേ ഹെൽപ്പ് ബാംഗ്ലൂരിൽ ഇരുന്നപ്പോൾ കുറേ ഹെൽപ്പ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സും, പിന്നെ മറ്റു കൺട്രീസിലിരുന്ന മറ്റു കോച്ചസ് എല്ലാവരും. ബട്ട് ഐ എൻറ്റയർലി ഡെഡിക്കേറ്റ് ഫോർ ദിസ് കമ്മ്യൂണിറ്റി. ഇതോട് ഒരു വലിയ നേട്ടമായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ എങ്ങനെയാണ് ഈ പരിശീലനം മുന്നോട്ട് പോകുന്നത്? നമുക്കറിയാം 7:30 കഴിഞ്ഞാൽ പരിശീലനത്തിന് പോകണം എന്നെല്ലാം പറഞ്ഞു. തുടർച്ചയായ പരിശീലനങ്ങൾ വളരെയധികം ഗംഭീരമായി മുന്നോട്ട് പോവുകയാണോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളും കൂടി പറയാമോ? ലാസ്റ്റ് ഇയർ കുറച്ച് ഒരു ഡൗൺ ഹിൽ ആയിരുന്നു പെർഫോമൻസിൽ. ബട്ട് ആക്ച്വലി 7 മണിക്ക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ കോച്ചിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. ബട്ട് അടുത്ത 2026 ഏഷ്യൻ ഗെയിംസിനാണ് ഞാനിപ്പോൾ ടാർഗറ്റ് വെക്കുന്നത്. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ബെള്ളാരിയിൽ JSW സെന്ററിൽ ജോയിൻ ചെയ്തായിരുന്നു. സോ ഐ വിൽ ബി ട്രെയിനിങ് ഹിയർ ഫ്രം നൗ ഓൺ. സോ 2 വർഷത്തിൽ ഏഷ്യൻ ഗെയിംസ് അതിലാണ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നത്. ഈ നാഷണൽ ഗെയിംസ് തന്നൊരു പിന്തുണയുണ്ടല്ലോ, ഒരു കരുത്തുണ്ടല്ലോ, ഊർജം, അതെങ്ങനെയായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന നാഷണൽ ഗെയിംസ് നൽകിയ ഊർജം? അതൊരു ഫസ്റ്റ് റെക്കഗ്നേഷൻ ആയിരുന്നു. ഞാൻ ഇതുവരെ നാഷണൽസിൽ, സീനിയർ നാഷണൽസിൽ മുമ്പ് 2015 മുമ്പ് ഒരു നാഷണൽ ഗോൾഡ് ഒക്കെ മേടിച്ച നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. പക്ഷെ നാഷണൽ ഗെയിംസിൽ വന്ന റെക്കഗ്നേഷനും വിസിബിലിറ്റിയും കൊണ്ടാണ് എനിക്ക് കുറെ എക്സ്പോഷറും എക്സ്പീരിയൻസും കിട്ടി. പിന്നെ അതിനുശേഷം ഫീന സ്കോളർഷിപ്പിന് വേണ്ടി ഞാൻ തായ്ലൻഡിൽ 5 വർഷം പ്രാക്ടീസ് ചെയ്തായിരുന്നു. സോ 2015 കേരള നാഷണൽ ഗെയിംസിന് ഒരു വലിയ ഞാനൊരു സ്പെഷ്യൽ മൊമെന്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്, ഫസ്റ്റ് മൊമെന്റ്. സോ അതായത് സജൻ അന്ന് നീന്തൽക്കുളത്തിലേക്ക് ചാടിയാൽ തിരിച്ചു കയറുമ്പോൾ സ്വർണം കഴുത്തിലുണ്ടാകും, അതായിരുന്നു അവസ്ഥ. നീന്തൽക്കുളത്തിൽ സജൻ എന്ന പേര് കേൾക്കുമ്പോൾ എത്രമാത്രം
കരഘോഷമുയർന്നു എന്ന് നേരിട്ട് അനുഭവിച്ച ആളാണ് ഞാൻ. അന്ന് സജനായിരുന്നു താരം. അതെ. കേരളത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്തിട്ടും കേരളത്തിന് വേണ്ടി ചെയ്തിട്ടും സോ ഇറ്റ് വാസ് എ ഹ്യൂജ് മൊമെന്റ് ഫോർ എനിക്കും എൻ്റെ ടീമിനും എൻ്റെ അമ്മേനും. അമ്മ ജി വി രാജാലെ പഠിച്ച, അപ്പോൾ അതിൻ്റെ ഒരു ലിങ്കും എല്ലാം ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എവറിബഡീസ് എഫേർട്ട് ടുഗെദർ. ഇനി കോച്ചിനെ കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. കാരണം മനസ്സിൽ സൂക്ഷിക്കുന്ന, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പേരാണ് പ്രദീപ് കുമാർ എന്നത്. അതെ, കോച്ച് ഹി വാസ് മോർ ദാൻ എ കോച്ച് ഫോർ മീ. ഒരു കറക്റ്റ് ഗൈഡൻസും പാത്തും എനിക്ക് കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര അച്ചീവ് ചെയ്യാൻ പറ്റിയുള്ളത്. സോ ഹി പ്ലേഡ് എ ഹ്യൂജ് റോൾ എൻ്റെ പെർഫോമൻസിലും ഈ ഒളിമ്പിക്സ് ക്വാളിഫിക്കേഷനിലും. ഹി സ്റ്റുഡ് ലൈക്ക് ഗോഡ് ഫാദർ ടു മീ. വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ഹിം. സജൻ ഇപ്പോഴും കേരള പോലീസിൽ തന്നെയല്ലേ? അതെ അതെ, എന്താണ് കേരള പദവി? പോലീസിന് വേണ്ടി ഞാൻ ഇപ്പോൾ അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ട് KAP ഫസ്റ്റ് ബറ്റാലിയനിലാണ് പോസ്റ്റ്. ശരി, അപ്പോൾ അടുത്ത ലക്ഷ്യം നേരത്തെ പറഞ്ഞു എങ്കിൽ ഒന്നുകൂടി. ലക്ഷ്യം 2026 ഏഷ്യൻ ഗെയിംസിൽ ഒരു പോഡിയം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു 4 മാസം ബ്രേക്ക് എടുത്തായിരുന്നു. സോ ഐ ബാക്ക് ടു ട്രെയിനിങ് നൗ. ബട്ട് നെക്സ്റ്റ് മന്ത് നാഷണൽ ഗെയിംസ് ഉണ്ട്, അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇറ്റ്സ് എ വെരി ഷോർട്ട് ടൈം, ബട്ട് ഐ വിൽ ട്രൈ ടു സ്റ്റിൽ ഡു മൈ ബെസ്റ്റ്. സജൻ, ഈ 1-2 പേരുകളിൽ മാത്രം ഒതുങ്ങിപ്പോയിരുന്നതായിരുന്നു കേരളത്തിലെ നീന്തൽ രംഗം, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ നീന്തൽ രംഗം. പക്ഷേ സജൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റ്, ഒരുപിടി വലിയ താരങ്ങൾ നീന്തലിൽ ആകൃഷ്ടരായി നീന്തലിൽ തുടരാൻ ആഗ്രഹിച്ചു വന്നു. നമ്മുടെ ഇന്ത്യയുടെ നീന്തൽ സംസ്കാരം അല്ലെങ്കിൽ നീന്തൽ എന്നത് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? വി ആർ സ്റ്റിൽ വെരി മച്ച് ബിഹൈൻഡ്, ഹോണസ്റ്റ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ. ബട്ട് പഴയ സുമാസും പഴയ മോർ എഡ്യൂക്കേറ്റഡ് ബയോമെക്കാനിക്സ് ഓർ കോച്ചസ് എല്ലാവരും ഇപ്പൊ ചേർന്ന് വി ഷുഡ് മേക്ക് ഇമ്പാക്ട് ടു ദ സ്പോർട്ട്. 2036 ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടക്കുന്നുണ്ടെങ്കിൽ ദെൻ വി ഷുഡ് സ്റ്റാർട്ട് റൈറ്റ് നൗ. സോ എൻ്റെ ടാർഗറ്റ് കോച്ച് ഒരു ഒളിമ്പിക് മെഡലിസ്റ്റിനെ നമ്മൾ ഇന്ത്യ ചൂസ് ചെയ്ത് നമ്മൾ എടുക്കണം, എനിക്ക് ട്രെയിൻ ചെയ്യണം എന്ന ഒരു ഇൻട്രസ്റ്റ്. സോ ഐ വിൽ ഓൾസോ വർക്ക് ടുവേർഡ്സ് ദാറ്റ്. സ്വിമ്മിങ് ഓൾസോ ഹാസ് ടു ഇംപ്രൂവ്. അപ്പോൾ സജൻ ഇപ്പോഴൊരു പ്രഖ്യാപനം നടത്തുകയാണ്, നീന്തൽ താരം എന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു പരിശീലകനാകാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. അതെ, എൻ്റെ എല്ലാ എക്സ്പീരിയൻസും ചേർത്ത് പിന്നെ അടുത്ത ജനറേഷന് കൊടുക്കണമെങ്കിൽ ഞാൻ കോച്ചിങ്ങിലെ വന്ന് പറ്റൂ. സോ ഐ ഹാവ് ഹ്യൂജ് പാഷനേറ്റഡ് ഗൈ. സോ അതിനും എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാ പറയുന്നത്. ഇനി കേരളത്തിലേക്ക് എപ്പോഴാണ്? ഇപ്പൊ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. സോ വൺസ് അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ എല്ലാരെയും ഒന്ന് കാണാം, കൃഷ്ണരാജും ഒന്ന് കാണാം. കോച്ച് ദ്രോണാചാര്യനാണ്, ശിഷ്യൻ അർജുനനും ആയി കഴിഞ്ഞു. അതിൻ്റെ സന്തോഷം ഇരട്ടിയാണ്. എനിക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായ വലിയ സന്തോഷമുണ്ട്, പ്രേക്ഷകർക്കും വലിയ അഭിമാനമാണ്, സന്തോഷമാണ്. സജനെ രാവിലെ 10-15 മിനിറ്റ് സമയം നമുക്കൊപ്പം കിട്ടിയതിൽ ഏറെ ഹാപ്പിയാണ് ഞങ്ങളും. അപ്പോൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, വലിയ വലിയ നീന്തൽക്കുളങ്ങളിൽ മുന്നേറട്ടെ, അങ്ങനെ നീല പരപ്പിൽ കുതിച്ചു പായാൻ സജൻ ഇനിയും കഴിയട്ടെ. കോച്ചാകണമെന്ന ആഗ്രഹം സജൻ എന്ന കോച്ചിലൂടെ ഇന്ത്യക്ക് ഒളിമ്പിക് മെഡൽ കിട്ടട്ടെ. സന്തോഷം സജൻ. താങ്ക് യു, താങ്ക്സ് ഫോർ ഹാവിങ് മീ. യെസ്, സത്യത്തിൽ വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിപ്പോകുന്ന ഒരു നിമിഷമാണ് നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. സജൻ പ്രകാശ് നീന്തലിൽ കേരളത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കിത്തന്ന സജനാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. സജൻ എപ്പോഴും സജനൊപ്പം അമ്മയുണ്ടാകും. വളരെ സ്ട്രോങ് ആയ ഒരു ലേഡിയാണ്. സജനെ ലീഡ് ചെയ്യുന്നതിൽ, സജനാക്കി മാറ്റിയതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. മറ്റൊരാൾ തിരുവനന്തപുരത്തുകാരൻ തന്നെയായ നന്ദിയോടുകാരനായ പ്രദീപ് കുമാർ, ഇന്ത്യൻ കോച്ചായിരുന്നു. അദ്ദേഹം വളരെ, സജൻ തന്നെ അത് പറഞ്ഞതാണ്, എനിക്കൊരു കോച്ച് മാത്രമല്ല ഒരു വഴികാട്ടിയാണ് എന്ന വാക്ക് തന്നെ പ്രയോഗിക്കുകയാണ്. അപ്പോൾ ഏതായാലും സജൻ ഒപ്പം ചേർന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം.